ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട്. ഇന്നത്തെ മത്സരമായ നമ്മുടെ RR വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അത് കൂടാതെ നിങ്ങൾക്ക് തന്നെ ഒരുപാട് എക്സ്റ്റേണൽ ടിപ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, പക്ഷേ അത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ വീഡിയോയിൽ ഒരു തേങ്ങയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്ന് മാറ്റി തിരുത്താൻ വേണ്ടിയാണ് ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഇടയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എടുത്തെടുത്ത് പറയുന്നത്. സോ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാറുള്ളത്. ഇതുവരെ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ശ്രമിക്കുക. നമുക്ക് ഏകദേശം ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആവാം. ഇനി 200 സബ്സ്ക്രൈബേഴ്സ് മതി. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് കുറച്ച് ഹാപ്പിനെസ്, ദാറ്റ് ഓൾ. അപ്പോൾ മെയ് 15-ാം തീയതി കൃത്യം 7:30 നമ്മുടെ ഈ ഒരു മത്സരം നടക്കുന്ന മറ്റെവിടെയല്ല, നമ്മുടെ ബാസ്പര ക്രിക്കറ്റ് സ്റ്റേഡിയം ഗുവാഹത്തിയിലാണ് മത്സരം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാസ്പര ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയ്പൂർ തന്നെയാണ്. അതായത് നമ്മുടെ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടാണ്. സോ റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ടാറ്റ IPL ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് ഇവിടെ വന്ന പെർഫോമൻസ് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. ദെൻ നമുക്ക് മാച്ചസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും പഞ്ചാബ് കിങ്സും ദെൻ അതുപോലെ തന്നെ RR തമ്മിലുള്ള മത്സരമാണ്. ഇപ്പോൾ എന്തായാലും പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് RR-നാണെങ്കിൽ ഇനി ഒരു മത്സരം കയറി കഴിഞ്ഞാൽ പ്ലേ ഓഫ് എന്തായാലും കൺഫേംഡ് ആണ്. ബട്ട് എന്നാലും കൂടെ ഈ ഒരു മത്സരം കയറി കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നല്ല റൺ റേറ്റോടുകൂടെ മറ്റ് ടീമും ഇപ്പോൾ CSK ഒരു മത്സരം വിൻ ചെയ്തു. ഇനിയുള്ള 2 മത്സരം RR തോറ്റ് കഴിഞ്ഞാൽ RR-ൻ്റെ കയ്യിൽ നിന്ന് പോകും. സോ ഇനി അവർക്ക് ജയിക്കുക എന്നുള്ളവർ മാത്രമേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ സേഫ് ആവത്തുള്ളൂ. സോ അപ്പോൾ ജയിക്കുന്ന തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണ് പോയിന്റ് ടേബിളിൽ കിടക്കുന്നത്. നമ്മുടെ പഞ്ചാബിനെ നോക്കേണ്ട, പോയിന്റ് ടേബിൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് പഞ്ചാബും മുംബൈയൊക്കെയാണ് കേട്ടോ. മുംബൈയൊക്കെയാണ്. ദെൻ നമ്മൾ പറഞ്ഞത് ബാസ്പര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ റീസെൻ്റ് നടന്ന പെർഫോമൻസ് നോക്കാൻ വേണ്ടിയാണ്. ഐ തിങ്ക് കുറച്ചായെന്ന് തോന്നുന്നു. കാരണം റീസെൻ്റ് ആയിട്ടൊന്നും ഈ ഒരു പേര് ഞാൻ എൻ്റെ വായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നും കൂടെ ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും RR-ൽ നടന്ന കുറച്ച് മത്സരങ്ങൾ എടുത്ത് നോക്കാം. ഇല്ല, നമ്മുടെ സ്വാമി മാൻസിംഗ് സ്റ്റേഡിയം അവിടെയാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ ബാസ്പരയിൽ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നോക്കി തന്നെ അറിയണം. പക്ഷേ ഈ ഒരു പേര് കഴിഞ്ഞ പ്രാവശ്യം മുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി എനിക്ക് ഏകദേശം അറിയാം, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാരും പേടിക്കേണ്ട. പിന്നെയും നമ്മുടെ സ്വാമി മാൻസിംഗ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നതെന്നാണ് പറയുന്നത്. ഐ തിങ്ക് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ബാസ്പര മറ്റേ സ്റ്റേഡിയത്തിനാണോ ഇനി ഇവന്മാർ പറയണതെന്ന്. പക്ഷെ അത് ഗുവാഹത്തിയിലാണ്, മറ്റേത് ജയ്പൂരിലാണ്. നമുക്ക് എന്തായാലും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരേ സമയം ഡൗട്ട് വേണ്ട. ഞാൻ ഇതിനെപ്പറ്റി നോക്കിയില്ല. പക്ഷേ ബാസ്പര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പിച്ച് റിപ്പോർട്ട് എനിക്ക് അറിയാം ഗൈസ്. സോ ഡോണ്ട് വെറി. ബാസ്പര ക്രിക്കറ്റ് സ്റ്റേഡിയം ആസാമിലാണ് മത്സരം. നമ്മുടെ പക്ഷേ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ട് എന്നുള്ളൊരു രീതിക്കാണ് അവർ ഈ ഒരു മത്സരം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു പിച്ചിൻ്റെ കാലാവസ്ഥയൊക്കെ പറയുന്ന സമയത്ത് ഏകദേശം 10% മഴ പെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു പ്ലേസിൽ. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 190, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സർഫേഴ്സുള്ള ഗ്രൗണ്ടാണ്. ഒരു 200 നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സാണ്. ഏകദേശം 15 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും വെറും 8 വിക്കറ്റാണ് സ്പിൻ ബോളേഴ്സും എടുത്തിരിക്കുന്നത്. കൂടുതൽ അഡ്വാൻറ്റേജ് ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. റെയിൻ പോസിബിലിറ്റി 10% ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ ഐ തിങ്ക് ഈ ഒരു റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് നടന്ന IPL മത്സരമൊന്നും ഈ ഒരു സീസണിൽ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് IPL മാച്ച് നോക്കാം. എൻ്റെ ഊഹത്തിൽ ഈ അടുത്തൊന്നും നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നും വരുന്നില്ല. ഈ അടുത്ത് വല്ലതും നടന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങാണ്ടോ ആണ് തോന്നുന്നത് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ആർക്കും ഈ പിച്ചിനെ പറ്റി ഡീപ്പായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ
അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സഫേഴ്സിലായ ഗ്രൗണ്ടാണ്. ബൗളിങ്ങിൽ ഏത് ബൗളേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാസ്റ്റ് ബൗളേഴ്സിനാണ്. ദെൻ അതുപോലെ തന്നെ ഫാസ്റ്റ് ബൗളേഴ്സിനേക്കാൾ 8 വിക്കറ്റ് ഇവിടെ ആകെ കുറച്ച് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഐ തിങ്ക് 3-4 മത്സരങ്ങളാണ് നടന്നില്ല. അതിൽ 15 വിക്കറ്റ് ഫാസ്റ്റ് ബൗളറും 8 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. ഈ 3-4 മത്സരങ്ങളുടെ ആവറേജ് റൺസാണ് ഈ 198 എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു 180 പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 150 50+ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ നടന്നിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് റീസെൻറ്റ് പെർഫോമൻസ് ഒന്നും എടുത്ത് നോക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കിടിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ പറയാനുള്ളത് ചോയ്സില്ല എന്ന് പറഞ്ഞ ഒരു കിടിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഡ്രീം ഇലവനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് വളരെയധികം കുറവായിരിക്കും. കണ്ടില്ലേ, ഒരുപാട് ഡിസ്കൗണ്ട് കൂപ്പൺസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്താ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താ കണ്ടില്ലേ, ഓരോ കോൺടെസ്റ്റുകളും ഇതുപോലെ എൻട്രി ഫീസ് കുറവായിട്ട് നിങ്ങൾക്ക് ചുമ്മാ അങ്ങനെ ഡിസ്കൗണ്ട് കൂപ്പൺ തരും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. നമ്മുടെ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോക്കസ് ഇലവൻ ഇതുവരെ യൂസ് ചെയ്യാത്തതിന് തീർച്ചയായും യൂസ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഏകദേശം 500 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് ആയിട്ട് കിട്ടും. കുറച്ച് പൈസ ആഡ് ചെയ്ത് തന്നെ ഈസി ആയിട്ട് കളിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. സെക്കൻഡ് ഇന്നിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെ അതുപോലെ തന്നെ 5+1, അതായത് 6 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫാൻറ്റസി ടീം ക്രിയേറ്റ് ചെയ്യാം. അതൊരു കിടിലൻ ഓപ്ഷനാണ്. വേറെ ഏതൊരു ആപ്ലിക്കേഷനിലും ഇല്ല. നിങ്ങൾ 11 പേരെ സെലക്ട് ചെയ്യേണ്ട, 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്നൊരു 6 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്ത് ഈസിയായി കളിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതിന് നമ്മുടെ ചോയ്സ് ഇലവൻ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ദെൻ അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. GST ഫ്രീ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ എൻട്രി ഫീസ് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂവോ, അതായത് നമ്മുടെ ഡ്രീം ഇലവനെക്കാട്ടിലും എത്രയോ കുറവാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ഇലവനിൽ 299 രൂപ കടന്ന് കോൺടെസ്റ്റ് ഇവിടെ വെറും 260 രൂപയുള്ള ഏകദേശം 40 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡ്യൂവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ വിഷൻ ഇലവൻ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 50,000 രൂപയ്ക്ക് ഒരു ഗീവേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കിതിൽ നോക്കാൻ പറ്റത്തില്ല, അപ്ഡേറ്റ് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് വന്നെല്ലാവരും തീർച്ചയായിട്ടും ചെയ്യുക. ദെൻ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ദിവസം മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ രാജസ്ഥാൻ റോയൽസിനാണെങ്കിൽ ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ശുഭാം ദുബെ, ദെൻ അതുപോലെ തന്നെ ധ്രുവ് ജുവൽ, രവിചന്ദ്ര അശ്വിൻ, ട്രെന്റ് ബോൾട്ട്, ആവേശ് ഖഞ്ച, സന്ദീപ് ശർമ്മ, യുവരേന്ദ്ര ചഹൽ, ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലോട്ട് ഉള്ളത്. ദെൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മറ്റേ ബർഗർ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ജോണി ബാരിസ്റ്റോ, സിമ്രാൻ സിംഗ്, റോസോ, ലിയാൻ ലിവിൻസ്റ്റൺ, ശശാന്ത് സിംഗ്, അതുപോലെ തന്നെ സാം കറൻ, ഓട്ടോ ശർമ്മ, ദെൻ അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ, രാഹുൽ ചഹാർ, ഹർഷദീപ് സിംഗ്, കവേ പെര മറ്റേ അവൻ തന്നെ സാംകറൻ ഇല്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഐ തിങ്ക് പുള്ളി പോയെന്ന് എന്തോ ഒരു ഞാൻ ന്യൂസ് കേട്ടായിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. പുള്ളി എന്തോ ഇംഗ്ലണ്ടിൽ പോയി, ഇംഗ്ലണ്ടിൽ എന്തോ മത്സരങ്ങൾ തുടങ്ങിയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞാൻ കേട്ടായിരുന്നു. സത്യമാണോന്ന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും 2 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസണെയും അതുപോലെ തന്നെ ശശാങ്ക് സിംഗിനും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ആണ്. 2 പേര് അത്യാവശ്യം നല്ല ഫോമിലാണ്. 4 പ്ലെയേഴ്സിനെ പറയുകയാണെങ്കിൽ ശശാങ്ക് സിംഗ്, സഞ്ജു സാംസൺ, യുവരേന്ദ്ര ചഹാൽ, ശശാങ്ക് സിംഗ്, സാം കറൻ ഇവരൊക്കെയാണ്. RRൽ കീ പ്ലെയേഴ്സായിട്ട് എടുത്ത് പറയാനുള്ള റിയാൻ പരാഗാണ്. റീസെൻ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് CSK ആയിട്ട് നടന്നുള്ള മത്സരത്തിൽ 47 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു IPLൽ അദ്ദേഹം 483 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ് എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ആണെങ്കിൽ ഈ ഒരു സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ 486 റൺസ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് സ്ട്രൈക്ക് റേറ്റ് 160 തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്. ഫാൻറ്റസി പോയിന്റിലോട്ട് ഇട്ട് തന്നെ കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. യുവരേന്ദ്ര ചഹാൽ ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടന്ന 12 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 15 വിക്കറ്റ്സ് ആണ് നേടിയിട്ടുള്ളത്. പെർ മാച്ച് 1-2 വിക്കറ്റ്സ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. സോ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മയാണെങ്കിലും റീസെൻ്റ് ആയിട്ട് എഗെയിൻസ്റ്റ് എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ അദ്ദേഹം അധികം മത്സരങ്ങളൊന്നും കളിച്ചില്ല. പക്ഷേ കളിച്ച മത്സരങ്ങളിൽ കൂടെ അദ്ദേഹം 10 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതും 7 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അതിന് 10 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മുടെ സന്ദീപ് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയൊരു ഫോം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിലോട്ട് നോക്കുന്ന സമയത്ത് ശിഖർ ധവാനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് കുറച്ച് മത്സരങ്ങൾ നമ്മുടെ ഇഞ്ചുറി ആയിട്ട് അദ്ദേഹം ഗ്യാപ്പിലായിരുന്നു.
സോ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞ സംസ്കാരം പോവുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ജോണി ബാരിസ്റ്റോ ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസ് അല്ല കുഴപ്പമില്ലാത്ത പെർഫോമൻസ്. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ നിന്ന് 287 റൺസാണ് 284 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശശാങ്ക് സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ പഞ്ചാബ് കിങ്സിൻ്റെ നട്ടില്ലെന്ന് തന്നെ വേണേൽ പറയാം അദ്ദേഹത്തെ. സോ നല്ലൊരു പിക്കായിരിക്കും അദ്ദേഹം നിങ്ങളുടെ ടീമിലോട്ട്. സോ അദ്ദേഹത്തെ പിക്ക് ചെയ്യാത്തവരാണ് തീർച്ചയായും പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ ആണെങ്കിലും വെറും 12 മത്സരം കളിച്ച് 20 വിക്കറ്റ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഹർഷൽ പട്ടേൽ ഭയങ്കര ഫ്ലോപ്പാണെന്ന്, പക്ഷേ ഫയർ തന്നെയാണ്. ഒരു ടീം ഭയങ്കര ലോയിൽ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. ബട്ട് അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്. റീസെൻ്റ് കളിക്കുന്ന മത്സരങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. നമുക്ക് വേണ്ടത് അദ്ദേഹം ആ ടീം വിൻ ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് ആ ഒരു ഫാൻറ്റസി പോയിന്റിൽ ടീം ക്രിയേറ്റ് ചെയ്തത് വിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നന്നായി കളിക്കുന്നവരെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ആരെയും നിങ്ങളെ ഒഴിവാക്കാനോ മാറ്റി നിർത്താനോ പാടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം, നമ്മുടെ RR വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ മാച്ച് എടുത്തിട്ടുണ്ട്. ഡ്രീം 11 ഭയങ്കര നെറ്റ് ശോകമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബൗളിംഗ് സെക്ഷനിൽ തുടങ്ങിയിട്ട് വരാം. കാരണം എന്തായാലും ഒരു കടികട്ടിയായ മത്സരമായിരിക്കും. നല്ല രീതിയിൽ വിക്കറ്റ്സ് വീഴുന്നുള്ള കാര്യത്തിൽ ഷുവർ ആയിരിക്കും. ഹർഷൽ പട്ടേലിനെ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മേനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഓൾറൗണ്ടേഴ്സിൽ റിയാൻ പരാഗ്, സാംകറൻ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ജയ്സ്വാൾ. പിന്നെ അശ്വിനെ പറ്റി പറയുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് കളിക്കുന്ന കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം ഫോമിൽ കയറുന്നുണ്ട്. പക്ഷേ ഈ ഒരു മത്സരം ഫ്ലോപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാംകറൻ, അതുപോലെ ജോണി ബാരിസ്റ്റോ, ശശാങ്ക് സിംഗ്, റോസോ, 3 ആളെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബോളേഴ്സ് വേണം, 2 ബോളേഴ്സ് വേണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. സ്പിന്നേഴ്സിന് വേണമെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഓപ്ഷനിലാണ്. ഞാൻ പക്ഷേ പ്രിഫർ ചെയ്യുന്നത് ഫാസ്റ്റ് ബോളേഴ്സിനാണ്. ഡെത്തിലാണ് ഒരുപാട് വിക്കറ്റ്സ് വീഴുക. ചഹാൽ എടുത്തിട്ട് ചഹാൽ 2 വിക്കറ്റും ഡെത്തിൽ 3 വിക്കറ്റും എടുത്ത് കഴിഞ്ഞാൽ ഹർഷദീപ് സിംഗിനെ, ഇപ്പം നമ്മൾ ചഹാലിന് പകരം ഹർഷദീപ് സിംഗിനെയാണ് എടുത്തത്. ബോൾട്ടിനെയാണ് എടുത്തത് ചഹാലിന് പകരം. സോ അദ്ദേഹം നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുത്താൽ നമുക്ക് തന്നെയല്ലേ അഡ്വാൻറ്റേജ്. അപ്പോൾ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സേഫായിട്ട് നമുക്ക് വേണമെങ്കിൽ സഞ്ജുവിനായിട്ട് തന്നെ പോകാം. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് ഞാൻ ഹർഷൽ പട്ടേലിനെയാണ് പിക്ക് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു നല്ലൊരു മാസീവ് പ്ലെയർ ആണ്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകാൻ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ പോയിന്റ്സ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമാണെന്ന് നോക്കാൻ ജോണി ബാരിസ്റ്റോ, സാംകറൻ, റോസോ, ശശാങ്ക് സിംഗ്, ജയ്സ്വാൾ, ദെൻ സാംകറൻ, പരാഗ്, ദെൻ അതുപോലെ തന്നെ ട്രെൻറ്റ് ബോൾട്ട്, ഹർഷൽ പട്ടേൽ, സന്ദീപ് ശർമ്മ, അർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളാണ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, ഗുഡ് ബൈ.